നോമ്പെന്ന് പറഞ്ഞാൽ തന്നെ ഫുൾ ഉന്നക്കായ, കല്ലുമ്മക്കായ, പൊരിച്ചപത്തിരി, അങ്ങനെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ആണ്. ഈ ഫുഡ് ഐറ്റം സ്നാക്സിനെയൊക്കെ ഒന്ന് റേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ സാർ ഒന്ന് റേറ്റ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, ചോദിച്ചോളൂ. ഏതാണ്? ഫസ്റ്റ് ഉന്നക്കായ. ഉന്നക്കായ ഫ്രൈഡ് ആണ്, പിന്നെ കുറെ ഷുഗർ ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് ആണ്. ഞാൻ റേറ്റ് ചെയ്യുമ്പോൾ ഒരു 5/10 കൊടുക്കുള്ളൂ. സമൂസ ആണെങ്കിലോ? സമൂസയിൽ ചിക്കൻ ഉണ്ടെങ്കിൽ കുറച്ച് പ്രോട്ടീൻ കിട്ടും. അപ്പോൾ വേണമെങ്കിൽ ഒരു 6/10. ഫേവറേറ്റ് ആയിട്ട് ഒക്കെ പോയിക്കൊണ്ടിരിക്കുക കട്ട്ലറ്റ്. കട്ട്ലറ്റ് അഗെയിൻ ഫ്രൈഡ്. ഫ്രൈഡ് ഐറ്റംസ് ഒന്നും ഞാൻ അത്ര ഹെൽത്തി ആയിട്ട് പറയില്ല. 4 to 5/10. ഈ അടയാണെങ്കിൽ ഈ മീനട, ചെമ്മീനട ഒക്കെ അത് ബെസ്റ്റ് ആണ്. കാരണം എന്താ വെച്ചാല് അത് ഫ്രൈഡ് അല്ല, സ്റ്റീംഡ് ആണ്. പിന്നെ മാത്രല്ല ഈ അടയിൽ ഫിഷ് ആണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ്. കാരണം പ്രോട്ടീൻ ആയി, ആന്റി ഓക്സിഡൻസ് ആയി. അപ്പൊ എനിക്ക് തോന്നുന്നു മീനട ആയിരിക്കും ഒരു ബെസ്റ്റ് സ്നാക്ക് നോമ്പ് തുറക്കുമ്പോൾ. ഈ മലബാർ ഏരിയയുടെ ഫേമസ് ആയിട്ടുള്ള അലീസിനോട് ചോദിക്കുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് തിങ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഗ്രെയിൻ, ഗോതമ്പാണല്ലോ, കംപ്ലീറ്റ് ഗ്രെയിൻ ഉണ്ട്. അപ്പം ഓക്കെ ആണ്. പക്ഷെ അതിലൊരുപാട് ഷുഗറും നെയ്യും ചേർക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അത് ഒഴിവാക്കുക, അതല്ലെങ്കിൽ മിനിമം ആക്കുക. എന്നിട്ട് കുറച്ച് ചിക്കൻ ഇട്ടിട്ട്, നമ്മുടെ കോഴിക്കോട് തലശ്ശേരി ഭാഗത്തൊക്കെ ചിക്കൻ ഇട്ടിട്ടുള്ള അലീസ ഉണ്ടാവുക. ചിക്കൻ ആകുമ്പോൾ കുറച്ച് പ്രോട്ടീൻ അവിടെ വന്നു. അപ്പോ ഗോതമ്പ്, കുറച്ച് പ്രോട്ടീന്, കുറച്ച് ഷുഗറും ഇത്തിരി നെയ്യും ഇട്ടിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ റീസണബിൾ ഒക്കെ 7/10 കൊടുക്കാം. കൊഴുക്കട്ട എന്ന് പറയുമ്പോൾ അതിൽ ഫുൾ കാർബോഹൈഡ്രേറ്റും ഉള്ളിലാണെങ്കിൽ ഭയങ്കര ഹൈ ഷുഗറും. അപ്പൊ അതുകൊണ്ട് ഐ തിങ്ക് ഐ വിൽ ഗിവ് ഓൺലി 4/10.